ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ചിന്നുവിനെ അന്വേഷിച്ചുകൊണ്ട് ചന്ദ്രയും വിജയശങ്കറും കൂടി JK താമസിക്കുന്ന ആ ഹോട്ടലിലേക്ക് എത്തുകയാണ്. അവിടെ വെച്ച് JKയും വിജയശങ്കറും തമ്മിൽ വീണ്ടും കണ്ടുമുട്ടുകയാണ്. ചന്ദ്രയാണെങ്കിൽ JK നോക്കി പറയുന്നുണ്ട്, ഇയാളെ കണ്ടാൽ തന്നെ ഒരു ഫ്രോഡ് ലുക്ക് പോലെയുണ്ട്, ഇയാള് ആള് ശരിയൊന്നല്ല എന്ന് പറയുമ്പോൾ വിജയശങ്കറും JKയോട് തട്ടിക്കേറുകയാണ്. താൻ എന്തിനാടോ എന്റെ മോളെ പിടിച്ചുകൊണ്ട് വന്നത്, തന്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ JKയും ഒട്ടും വിട്ടുകൊടുക്കാതെ വിജയശങ്കറിനും ചന്ദ്രയ്ക്കും തക്ക മറുപടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ വിജയശങ്കറും ചന്ദ്രയും കൂടി ചിന്നുവിനെ അവിടെ നിന്നും കൊണ്ടുപോവുകയാണ്. എന്നാൽ അർച്ചന ആ ഹോട്ടലിലേക്ക് എത്തുമ്പോഴേക്കും ചിന്നുവിനെ അവിടെ നിന്നും വിജയശങ്കർ കൊണ്ടുപോവുകയാണ്. ചിന്നുവിനെ അവിടെ വെച്ച് കാണാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അർച്ചന ആകെ സങ്കടപ്പെട്ടുകൊണ്ട് നേരെ ചന്ദ്രകാന്തത്തിലേക്ക് വരികയാണ്. ചന്ദ്രകാന്തത്തിലെത്തുന്ന അർച്ചന വേഗം തന്നെ ചിന്നുവിനെ കാണാനായി വീട്ടിനകത്തേക്ക് ഓടി കയറാനായി നിൽക്കുമ്പോഴേക്കും ചന്ദ്ര അങ്ങോട്ടേക്ക് വരികയാണ്. അകത്തേക്ക് കയറാനായി നിൽക്കുന്ന അർച്ചനയെ ചന്ദ്ര തടയുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് രുക്കുവും വരികയാണ്. ഇതെല്ലാം രുക്കു കണ്ടുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അർച്ചന തന്റെ മോൾ ചിന്നുവിനെ കാണണമെന്ന് ചന്ദ്രയോട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ചന്ദ്ര അതിന് സമ്മതിക്കുന്നില്ല. ഈ വീട് അമ്പാട്ടല്ല അർച്ചനെ, ഇത് ചന്ദ്രകാന്തമാണ്. ഈ വീട്ടിൽ ഈ ചന്ദ്രലേഖ തീരുമാനിക്കുന്നത് മാത്രമേ നടക്കൂ, അതുകൊണ്ട് നിനക്ക് ചിന്നുവിനെ കാണാനായി കഴിയില്ലെന്ന് തീർത്തു പറയുകയാണ് ചന്ദ്ര. ഇത് കേട്ട് അർച്ചനയ്ക്ക് ആകെ സങ്കടം വരുന്നുണ്ടെങ്കിലും പിന്നീട് ചന്ദ്രയോടുള്ള ദേഷ്യത്തിൽ മനസ്സിൽ പലതും പ്ലാൻ ചെയ്തുകൊണ്ട് അർച്ചന അവിടെ നിന്നും പോവുകയാണ്. അപ്പോഴേക്കും പുറത്തു പോയതിനു ശേഷം വിജയശങ്കറും ചിന്നുവും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ചന്ദ്ര എന്നിട്ട് അർച്ചന വന്ന കാര്യം വിജയശങ്കറിനോട് പറയാണ്. അമ്മ വന്നതറിഞ്ഞ് ചിന്നുവിനാണെങ്കിൽ ഒരുപാട് സന്തോഷാവുകയാണ്. എന്നാൽ ചന്ദ്ര വിജയശങ്കറിനോട് പറയുന്നുണ്ട്, അവൾ ഇവിടെ വന്നതിൽ എന്തൊക്കെയോ ഉദ്ദേശമുണ്ട് വിജയേട്ട, വരവ് എനിക്ക് അത്ര പന്തിയായി തോന്നിയില്ല, അവൾ മനസ്സിൽ വേറെന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് ചന്ദ്ര തന്റെ സംശയം അങ്ങനെ വിജയശങ്കറിനോട് പറയുകയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് വിജയശങ്കർ പറയുന്നുണ്ട്, അവൾ ഇനിയിപ്പോ എന്ത് തീരുമാനിച്ചു വന്നതാണെങ്കിലും അതൊന്നും ഇനി എന്റെ അടുത്ത് നടക്കാൻ പോകുന്നില്ല, എന്റെ അടുത്ത് കളിച്ചിട്ടുണ്ടെങ്കിൽ അവൾ വിവരമറിയുമെന്ന് വിജയശങ്കർ അങ്ങനെ ചന്ദ്രയോട് പറയുന്നുണ്ട്. ചന്ദ്രയാണെങ്കിൽ അർച്ചന വന്നത് എന്തിനാണ് ഏതിനാണെന്നറിയാതെ ആകെ ടെൻഷനോടെ നിൽക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. നാളെ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ബൈ, ഗുഡ് നൈറ്റ്.